ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ഈസി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ്, അതുപോലെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം നന്നായി ക്ലീനാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതുപോലെ ഫോർക്ക് വെച്ച് എല്ലാ സൈഡിലും നന്നായി കുത്തി കൊടുക്കാം. ചിക്കനിൽ മസാല ഒക്കെ അതിൽ നന്നായി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. മെയിനായിട്ട് ചേർക്കുന്നത് അത് നന്നായി ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കിന്നോട് കൂടി തന്നെ എടുക്കുക. അങ്ങനെ എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ചൊരു വലിയ പീസിലാണ് ഞാൻ ചിക്കന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലോട് കൂടി എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ രണ്ടും മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് മാഗി ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ വിനിഗർ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെമണും യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി അതിൽ ചേർക്കുന്നുണ്ട്, അപ്പോൾ ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അതിനുശേഷം ഈ മാഗി ചിക്കൻ ക്യൂബ്സ് നന്നായി നുടച്ച് എല്ലാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ലബനപ്പ് ചേർക്കാം. നാട്ടിലാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് അധികം പുളിയില്ലാത്ത മോര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് അധികം പുളിയില്ലാത്ത മോരാണ്. അപ്പോൾ 1 കപ്പ് ലബനപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് കഴുകി വെച്ച ചിക്കന് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഫോർക്ക് കൊണ്ട് കുത്തിയതിന് ശേഷം ഒന്നുകൂടെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൈവച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ ചെയ്യുക, അപ്പോൾ അതിലേക്ക് നന്നായി മസാലയൊക്കെ നന്നായി പിടിക്കും. കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററാണിത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ചിക്കൻ നിൽക്കുമ്പോൾ തന്നെ മസാലയൊക്കെ നന്നായി അതിലേക്ക് പിടിക്കും. അതിനുശേഷം ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉണ്ടാക്കി വെക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ ചേർക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് ഗാർലിക് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് ഒരു ബൗളിലേക്ക് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് മൈദ കോട്ടിങ്ങിലേക്ക് ഇട്ട് നന്നായി ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം തിരിച്ച് മൈദേനകത്തൊക്കെ തന്നെ ഇട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും നന്നായി കോട്ട് ചെയ്തെടുക്കുക.
അങ്ങനെ ബാക്കിയുള്ള എല്ലാ ചിക്കൻ്റെ പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. മൈദേൻ്റെ മിക്സിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ നന്നായി അതിൽ എല്ലാ സൈഡിലും നന്നായി കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളത്തിലേക്കിട്ട് രണ്ടാമത് പിന്നെയും തിരിച്ച് മൈദേൻ്റെ കോട്ടിങ്ങിലേക്ക് ഇടുമ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ചിക്കൻ്റെ പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചിക്കൻ്റെ പീസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, സൺഫ്ലവർ ഓയിൽ. അതിനുശേഷം നന്നായി ചൂടായ ഓയിലിലേക്ക് ചിക്കനൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ ഫ്ലെയിമും നന്നായി കൂട്ടി വെക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പെർഫെക്ഷനും അപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചിക്കൻ്റെ പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാ ബ്രോസ്റ്റഡ് ചിക്കനും നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റുമായിട്ട് വീട്ടിലങ്ങനെ തയ്യാറാക്കാമെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ ടൈമിൽ നമുക്ക് എപ്പോഴും പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.